ഒക്ടോബർ മാസം വന്നപ്പോൾ അമ്മയുടെ മാസം വന്നില്ലേ? അമ്മ എന്നാ പറഞ്ഞത്? അനുദിന അനുഗ്രഹ പ്രാർത്ഥനയെന്നും പറഞ്ഞ് ഇപ്പോൾ എല്ലാ ദിവസവും 5:30 നമ്മൾ ഒരുമിച്ച് കൂടുന്നു. അതായത് എല്ലാ ദിവസവും 5:30 മണിക്ക് എല്ലാ ദിവസവും 5 മിനിറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. പഴയ പ്രത്യക്ഷ പ്രാർത്ഥനയല്ല, അമ്മ ആദ്യം തന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അത് വെറും 2 മിനിറ്റേ ഉള്ളൂ. അതുവഴിയാണല്ലോ ലോകം മുഴുവൻ ഇങ്ങനെ യേശുവിലെ അമ്മ വഴി യേശുവിനെ ആശ്രയിച്ചവരെല്ലാം രക്ഷപ്പെട്ടത്. ആ പ്രത്യക്ഷ പ്രാർത്ഥന തിരിച്ച് 5:30 കൊണ്ടുവരും. അപ്പോൾ നിലവിലുള്ള പ്രത്യക്ഷ പ്രാർത്ഥന നിങ്ങൾക്ക് തുടരാം. പക്ഷേ ഇത് 2 മിനിറ്റുള്ള ഒരു ദിവസം. ഇപ്പം നിങ്ങൾ ഇന്ന് ആശുപത്രി പോണ ദിവസമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഇൻ്റർവ്യൂവിന് പോണ ദിവസമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ ലോണിന് പോണ ദിവസമാണ്, അല്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ അമ്മയുടെ ഓപ്പറേഷനാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് യൂറോപ്പിലേക്ക് പോണ ദിവസമാണ്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പോണ ദിവസമാണ്, അല്ലെങ്കിൽ ഇന്ന് പരീക്ഷയുടെ ദിവസമാണ്, അല്ലെങ്കിൽ ഇന്ന് ജപ്തി ദിവസമാണ്, അല്ലെങ്കിൽ ബാങ്ക് മാനേജർ ഇന്നൊരു കാര്യത്തിൽ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം സമർപ്പിച്ചാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണത്. ഇന്ന് ഓരോ വിഷയങ്ങൾക്ക് പോണ ആൾക്കാരില്ലേ, അവരെല്ലാം സമർപ്പിച്ച് അതാത് വിഷയത്തിന് വേണ്ടിയാണ് അന്നുള്ള ആഹാരം പോലെ അവർ ഡെയിലി ബ്രെഡ് അന്നു വേണ്ട ആഹാരം പോലെ അന്നത്തെ വിഷയമാണ് അന്ന് പറയണത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങളെല്ലാവരും പങ്കെടുക്കുകയും ചെയ്യണം. എല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കണം. 5:30 കൃത്യമായിട്ട് അത് തുടങ്ങിയിരിക്കും രാവിലെ. അപ്പോൾ 5:30 വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി. ചിലർക്ക് വിസയ്ക്ക് പോണവരുണ്ടാകും, ചിലർക്ക് പാസ്പോർട്ടിന് പോണവരുണ്ടാകും, ചിലർക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോണവരുണ്ടാകും, ചിലർക്ക് പരീക്ഷയ്ക്ക് പോണവരുണ്ടാകും, ചിലർക്ക് സ്ഥലം അളക്കാൻ പോണവരുണ്ടാകും, ചിലർ പ്രസവത്തിന് പോണവരുണ്ടാകും, ചിലർ മനസ്സമ്മതമാകാം, ചിലപ്പോൾ കല്യാണത്തിന് പെണ്ണ് ചോദ്യത്തിന് പോണവരുണ്ടാകാം. ഈ വിഷയങ്ങളെല്ലാം എടുക്കും. മനുഷ്യൻ്റെ അനുഭവം, മനുഷ്യൻ്റെ ജീവിതം. കാര്യം പണ്ടും കൃപാസനത്തിൻ്റെ തന്നിരിക്കുന്ന ഒരു കാര്യം അതാണ്, ഹെൽപ്പ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. അതാ 1 Corinthians 1:4 എല്ലാത്തരം ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെയും സഹായിക്കുക. അതാണ് അപ്പോസ്തലികമായ പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കാണത്. അപ്പോൾ എല്ലാത്തരം ക്ലേശം അനുഭവിക്കുന്നവരെയും ആശ്വസിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു ശുശ്രൂഷയ്ക്കാണ് അമ്മ തുല്യം ചാർത്തിയത്. തൻ്റെ പ്രത്യക്ഷീകരണത്തിലൂടെ ദുരന്തമുണ്ടാകാൻ പോകണോ, ഒരു വ്യക്തി ദുരന്തം മാത്രമല്ല, ലോകത്തിന് മുഴുവന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളെ ചുമതലപ്പെടുത്തുന്നു. എന്തൊരു ദൈവാനുഗ്രഹമാണ്. ദൈവം മുദ്ര വെച്ച ഒരു സ്ഥാപനത്തിൻ്റെ ശുശ്രൂഷകരായും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമാകാൻ കഴിയണത് ദൈവത്തിൻ്റെ വിളിയാണ്. കൈയടിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇനി മുതൽ നമുക്ക് എല്ലാ ദിവസവും 5:30 മണിക്ക് കണ്ടുമുട്ടും അല്ലേ? ഓക്കെ, മൊബൈലൊക്കെ ഓൺ ചെയ്ത് കൃത്യമായിട്ട് നിന്നേക്കണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ ദൈവപൈതലേ, ദൈവത്തെ ഏറ്റവും ലളിതമായി അനുഭവിക്കാൻ കഴിയുന്ന ഒരു സന്നിധാനത്തിലാണ് ദൈവം നമ്മളെ എത്തിച്ചിരിക്കുന്നത്. ഇവിടെ ദൈവാനുഭവം വളരെ ലളിതമാവുകയാണ്. ഒരു സങ്കീർണതയുമില്ല. കാരണം നിൻ്റെ പ്രശ്നങ്ങൾ സങ്കീർണമാണ്, അതുകൊണ്ട് അതിനുള്ള പരിഹാരം ലളിതമാണ്. അപ്പോൾ കാര്യം മനുഷ്യന് അതിസങ്കീർണമായ, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അബ്സ്ട്രാക്റ്റ് പ്യുവർ ആക്ട് എന്നൊക്കെ പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് കൊണ്ടുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത അതിസങ്കീർണമായ ദൈവ സാന്നിധ്യത്തെ വളരെ ലളിതമായ രീതിയിൽ സംലഭ്യമാക്കുന്ന, എന്തുകൊണ്ടാണ് അങ്ങനെ ആക്കുന്നത്? നമ്മുടെ ജീവിതം സങ്കീർണമായത് കൊണ്ടാണ്. നമ്മുടെ ജീവിതവും സങ്കീർണം, ദൈവവും സങ്കീർണമാണെങ്കിൽ നമ്മുടെ ആധ്യാത്മിക അന്വേഷണം സമാന്തര രേഖയായി പോവും. സമാന്തര രേഖകൾ സന്ധിക്കാറില്ല അല്ലേ? നമ്മുടെ ജീവിതം സങ്കീർണമായ, ജീവിത പ്രസംഗം സങ്കീർണമായതപ്പോൾ ദൈവം അതിൻ്റെ പരിഹാരം എന്ത് ചെയ്ത്? തൻ്റെ പരിഹാരം സാന്നിധ്യം ലളിതമാക്കി. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ആധ്യാത്മികത എപ്പോഴും ലളിതമായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധ്യാത്മികതയെ നമ്മൾ സങ്കീർണമാക്കി കഴിഞ്ഞാൽ അത് ക്വാളിഫൈഡ് സ്കിൽഡ് പേഴ്സൻ്റെ
കസ്റ്റഡിയിലായി പോകും ദൈവം. എനിക്ക് മനസ്സിലായില്ലേ? ആദിമസഭയിലൊക്കെ അങ്ങനെ സംഭവിക്കും. ആദിമസഭയിലല്ല, ഫരിസേയ കാലഘട്ടങ്ങളിലെ കർത്താവിൻ്റെ കാലത്ത് അങ്ങനെ സംഭവിച്ചു. ആധ്യാത്മികത അവർ സങ്കീർണമാക്കിയിട്ട് ഒരു ക്വാളിഫൈഡ് ഹാൻഡ്സിൻ്റെ കയ്യിലായിപ്പോയി. അപ്പോൾ പാവപ്പെട്ടവൻ എന്ത് ചെയ്യും? പ്രാന്തവൽക്കരിക്കപ്പെട്ടു പോകും. ഇടയന്മാർ കാട്ടിലോട്ട് പോകും, മത്സ്യത്തൊഴിലാളികൾ കടലിലോട്ട് പോകും. കാര്യം എന്താണ്? പൊതുജീവിതത്തിൽ നിന്ന് അവർ തള്ളിയകറ്റപ്പെടും. മനുഷ്യൻ പൊതുജീവിതത്തിൽ നിന്ന് തള്ളിയകറ്റപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവൻ്റെ സമൂഹത്തിൻ്റെ മുഖ്യധാരത്തിലേക്ക് മനുഷ്യൻ വരാൻ പറ്റാതിരിക്കുന്നത് ഈ മുഖ്യധാര കൈയടക്കുന്ന ഒരു വർഗം എപ്പോഴും ഉണ്ടാവും. ഇന്ത്യയിൽ ബ്രാഹ്മണിസം ഉണ്ട്, അതൊരു വർഗമാണ് ശരിക്കും പറഞ്ഞാൽ. അവർ മന്ത്രങ്ങളിലൂടെയൊക്കെ എല്ലാം അതിസങ്കീർണ ദൈവത്തിൻ്റെ സങ്കല്പത്തെ സങ്കീർണമാക്കി. അത് തന്നെയാണ് ഇസ്രായേലിനെ സംഭവിച്ചത്. ദൈവത്തെ ഹോളി ഓഫ് ഹോളീസിൽ അവർ അടച്ചുപൂട്ടിയതിന് ശേഷം പിന്നീട് പുരുഷന്മാരുടെ സ്ഥലം, സ്ത്രീകളുടെ സ്ഥലം, വിജാതിയുടെ സ്ഥലം, സോളമൻ്റെ സ്ഥലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ഥലങ്ങൾ നിശ്ചയിച്ച് കൊടുത്തിട്ട് കുറിച്ച് വെച്ചു. എന്താ വെച്ചാൽ ഈ വരച്ചിട്ട് ഇപ്പുറത്ത് കടക്കരുതെന്ന് പറഞ്ഞ്. ഇത് ഞങ്ങൾക്കുള്ളത്. ഞങ്ങൾ പറയാം ദൈവം ആരാണെന്ന് പറയാം, ഞങ്ങൾ പറയാം ദൈവത്തെ എങ്ങനെയാണ് അനുഭവിക്കേണ്ടതെന്ന് പറയാം. ഇതിപ്പോൾ ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞൊരു വർഗം എല്ലാ മതങ്ങളിലും എക്കാലത്തും ഉണ്ടാവും. അതെപ്പോഴും ഉണ്ടായിട്ടുമുണ്ട്. അത് മനുഷ്യരാശിയുടെ കൂടെയുള്ള ഒരു സഞ്ചാരമാണ് അതിനുള്ളത്. ഇക്കാലത്തും ഉണ്ട്. പണ്ഡിതന്മാരെന്ന് പറഞ്ഞൊരു വർഗം. ഇപ്പം ദാറ്റ് മീൻസ് പാമരന്മാരെന്ന് പറഞ്ഞ് വേറെ വർഗം രൂപപ്പെട്ട് വന്നു. അതായത് പാമരന്മാരെന്നൊരു വർഗം ഇങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ നമ്മൾ പണ്ഡിതന്മാരെന്ന് പറഞ്ഞൊരു വർഗം ഉണ്ടാകുന്നത്. ഈ പണ്ഡിതന്മാരുടെ തടവറയിലായിരിക്കും പലപ്പോഴും ദൈവം ഉള്ളത്. എല്ലാ മതങ്ങളും നോക്കിയാൽ മതി, പണ്ഡിതന്മാരുടെ തടവറയിലായിരിക്കും ദൈവം. പക്ഷേ പാമരന്മാർ 99% ഉണ്ട്. ഇവരുടെ അടിമകളായി നിൽക്കും. അതുകൊണ്ട് ഈശോ വന്നപ്പോൾ ഈശോ ഇതിനെ എല്ലാത്തിനെയും മതിലുകളെ എല്ലാത്തിനും തട്ടിത്തെറിപ്പിച്ചു. ആദ്യം പോയി ഇടയന്മാരെ വിളിച്ചുകൊണ്ട് വന്നു, മുഖ്യധാരയെ കൊണ്ടുവന്നു. രണ്ടാമത് പോയി മത്സ്യത്തൊഴിലാളികളെ വിളിച്ചുകൊണ്ട് വന്ന് മുഖ്യധാരയെ കൊണ്ടുവന്നു. ഞാൻ ദൈവത്തോട് നിങ്ങളോട് സംസാരിക്കാം. കുറേ ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ എന്നെ കുരിശ് തറക്കും, അത് വേറെ വിഷയം, അത് പോട്ടെ, അത് പന്നോടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് ഇവരെ മുഖ്യധാരയെ കൊണ്ടുവന്നിട്ട് ലളിതമായി ദൈവത്തെക്കുറിച്ച് ഈശോ സംസാരിക്കാൻ തുടങ്ങി. അവസാനം പോകാൻ നേരത്ത് തിരശ്ശേരിയെല്ലാം വരച്ച് കീറിയിട്ടാണ് പോയത്. ദൈവം ലളിതമായി എല്ലാം ഹോളി ഓഫ് ഹോളീസ് എല്ലാ സാധനവും വരച്ച് കയറി. ആ അർത്ഥത്തിൽ ഈശോ റിബലാണ് ശരിക്കും പറഞ്ഞാൽ. അതെന്ത് കാര്യം? എല്ലാ കാലങ്ങൾക്കും ദൈവത്തിൻ്റെ മക്കൾ എല്ലാവരും തന്നെ ദൈവത്തെ അവരുടെ സങ്കീർണമായ ജീവിത പ്രശ്നങ്ങൾക്ക് ദൈവത്തെ ലളിതമാക്കി കൊടുക്കും. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ എൻ്റെ കാലത്ത് വരുമ്പോൾ, അക്കാലങ്ങളിലെന്നാണ് ബൈബിൾ പറയണത്, പക്ഷെ അത് ഈശോൻ്റെ കാലമാണ്. എൻ്റെ കാലത്ത് എല്ലാ മനുഷ്യരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും. ജോയൽ 2:28. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2:28 വാക്യം. അന്ന് ഇങ്ങനെ സംഭവിക്കും. ഏറ്റു പറഞ്ഞ അന്ന് ഇങ്ങനെ സംഭവിക്കും. അന്ന് ഇങ്ങനെ സംഭവിക്കും എന്നാണ് ഈശോന്റെ കാലത്ത്. ഈശോന്റെ കാലം എന്ന് തുടങ്ങിയെന്ന്, എന്നാണ് നീ ഈശോനെ സത്യസന്ധമായിട്ട് സ്വീകരിക്കണമെന്ന് ഉള്ളിൽ കൊതി തോന്നുന്നുവോ അന്ന് മുതലേ ഈശോൻ്റെ കാലം തുടങ്ങും. മനസ്സിലായില്ലേ? ഈശോൻ്റെ കാലം എന്ന് പറഞ്ഞാൽ 2000 കൊല്ലത്തിന് മുമ്പതല്ല. എന്നാണ്, ഏത് നിമിഷമാണ്. ഇപ്പം നീ ക്രിസ്ത്യാനി ആകാം, പാരമ്പര്യ കത്തോലിക്കനാകാം, അല്ലെങ്കിൽ നോൺ ക്രിസ്ത്യൻ ആകാം. നമുക്ക് ഏത് അവസ്ഥയിലും ഇങ്ങനെ ഈ ബ്രാൻഡിലൊക്കെ എല്ലാം നമ്മൾ അറിയപ്പെട്ടാലും ശരി, മനുഷ്യന് ഏതെങ്കിലും ഒരു സമയം ഉണ്ടാവും. എന്താണ്? ഈശോനെ അറിയണമെന്ന് ആത്മാർത്ഥമായിട്ട് സ്വന്തമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയം. മറ്റുള്ളവരൊക്കെ പറയണ ഒരു സമയം ഉണ്ടാവും, കേൾക്കുന്നൊരു കാലമുണ്ടാവും. പക്ഷെ നിൻ്റെ ജീവിത പ്രശ്നത്തിൽ സ്വന്തമായിട്ട് ദൈവത്തെ എനിക്ക് വേണം, എനിക്ക് സ്വന്തമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയണം, എനിക്ക് സ്വന്തമായിട്ട് ദൈവത്തോട് സംസാരിക്കാൻ കഴിയണം, എനിക്ക് സ്വന്തമായിട്ട് ദൈവത്തോട് ഇടപെടാൻ കഴിയണം. എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞേ, എനിക്ക് സ്വന്തമായി എൻ്റെ ദൈവത്തോട് ഇടപെടാൻ കഴിയണം. എനിക്ക് സ്വന്തമായി എൻ്റെ ദൈവത്തോട് ഇടപെടാൻ കഴിയണം. ഞാനും അവിടുത്തെ മകനാണ്, മകളാണ്. ദൈവം എന്റെയും അവകാശമാണ്. എനിക്ക് സ്വന്തമായി എൻ്റെ
ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാൻ കഴിയണം. അമ്മേ പരിശുദ്ധ അമ്മേ, അതിനായി എന്നെ ഒരുക്കണമേ, എനിക്കായി പ്രാർത്ഥിക്കണമേ. ശ്രദ്ധിക്കട്ടെ. അതുകൊണ്ടാണ് ഇങ്ങനെ ആമുഖം സംസാരിച്ചത്. ഞാനൊരു സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നേരം. അതിൻ്റെ ചൂടിലാണ് ഇത്രയും സംസാരിച്ചത്. ഞാൻ സാക്ഷ്യം കേട്ടത് ഒരു രമാദേവി ചേച്ചിയുടെ സാക്ഷ്യം കേട്ടെ. രമാദേവി ചേച്ചിയുടെ സാക്ഷ്യം വളരെ ലളിതമായ സാക്ഷ്യമാണ്. സാക്ഷ്യം ഇതാണ്. അവർക്ക് 2 സാക്ഷ്യം അവർ പറയുന്നുണ്ട്. ഒന്നാമത്തെ സാക്ഷ്യം പറയണത്, ഇവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഇവരുടെ കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപികയാണ്. പക്ഷേ ഇവർക്ക് ക്ലാസ്സിലൊന്നും പോകാൻ പറ്റണില്ല. ഒരു 3 മാസം പോകും, അല്ലെങ്കിൽ ഒരു 1.5 മാസം പിന്നെ ഗ്യാപ്പ് എടുക്കും. അപ്പോൾ ഇങ്ങനൊരു മനുഷ്യനാണ്. പക്ഷേ മനുഷ്യൻ്റെ ഒരു ധൈര്യം, ഒരു കോൺഫിഡൻസ്, പിന്നെ ഒരു എല്ലാത്തിനെയും കൈകാര്യം ചെയ്യാൻ പറ്റുന്നൊരു ആത്മവിശ്വാസം, അങ്ങനെ ഒന്നും ചേച്ചിയിൽ വർക്ക് ചെയ്യുന്നില്ല. പഠിച്ചതുകൊണ്ട് ഇത്തിരി ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ടീച്ചറായി. പക്ഷേ ഇതൊന്നും എടുത്ത് പ്രയോഗിക്കാൻ പറ്റണില്ല. കാര്യം പഠിപ്പുണ്ട്, ജോലിയുണ്ട്, പക്ഷേ അത് ഡിമാൻഡ് ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റാൻ പറ്റാതെ ഇവർ ഡിപ്രഷൻ അടിച്ചു പോകും. എപ്പോഴും ഇങ്ങനെ ഡിപ്രഷൻ ആയിട്ടുള്ള ഒത്തിരി ആൾക്കാർ ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ രമാചേച്ചിയുടെ സാക്ഷ്യം ഈ ഡിപ്രഷൻ മാറുന്ന ഒരു സാക്ഷ്യം ഞാൻ അപൂർവമായിട്ടാണ് കാണുന്നത്. ചില ഡിപ്രഷനായിട്ടുള്ള ആൾക്ക് സൗഖ്യപ്പെട്ടാലും അവർ സാക്ഷ്യപ്പെടുത്തത്തില്ല. അത് വലിയൊരു കള്ളത്തരമാണ് ശരിക്കും പറഞ്ഞാൽ. നിങ്ങൾക്ക് എപ്പോഴും വരുന്നൊരു വിഷയം, പ്രത്യേകിച്ച് ഈ ഡിപ്രഷൻ ടൈപ്പ് ആൾക്കാരാണ്. അവരെപ്പോഴും റിസർവ്ഡ് ആയിരിക്കും ഭയങ്കര. അപ്പോൾ അവർക്കൊരു ഹെൽപ്പ് കിട്ടിയാലും അവർ പൊതുസമൂഹത്തിൽ അത് പറയത്തില്ല. റിസർവ്ഡ് ആയിട്ടിരിക്കും അവർ. അതുകൊണ്ടാണ് ഈ ഡിപ്രഷൻ എല്ലാ രോഗികളെ അമ്മ ഇവിടെ സുഖപ്പെടുത്തുമ്പോഴും അവരാരും സാക്ഷ്യം പറയത്തില്ല. പക്ഷേ രമാവതി ചേച്ചി ഈ കാര്യത്തിലൊരു അത്ഭുതമാണ്. അവർ പറയും, എനിക്ക് ഡിപ്രഷനായിരുന്നു. ഞാൻ എൻ്റെ സ്കൂളിലൊക്കെ പോകുമ്പോൾ കുട്ടികളുടെ സ്വരം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാണ്ടാകും. അത് ശരിയാ, ഞാനതങ്ങനെ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. നമ്മൾ സ്കൂളിലേക്ക് ടീച്ചർ ചെല്ലുമ്പോഴേ 3 മാസം ഡിപ്രഷൻ കൊണ്ട് വീട്ടിൽ ഇരുന്നിട്ട് 2.5 മാസം ലീവ് എടുത്തിട്ടാണ് പിന്നീട് ലോസപ്പയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ ബാങ്ക് ഒക്കെ എടുത്ത് എന്നാൽ ഇനി പോയേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും വീട്ടിലുള്ള തള്ളുമല്ല. ഇങ്ങനെ ഇരുന്നാൽ മതിയാ, ജീവിക്കണ്ടേ, കാശ് വേണ്ടേ, പണമില്ല മനുഷ്യൻ പണമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരുടെ ഒരു വിദ്യാഭ്യാസം കൊടുക്കില്ല. അങ്ങനെ വരുമ്പോൾ ചൂട് പിടിച്ചിട്ട് ഇവരിറങ്ങുമ്പോഴും ഇവർ റോഡിൽ നിന്ന് സ്കൂളിൻ്റെ കയറുമ്പോൾ തന്നെ ഇവർക്ക് സർവാംഗം വിറക്കാൻ തുടങ്ങും. എന്താണ്, അവരെ പിടിച്ചില്ലാന്നും പറഞ്ഞില്ലേ, ഷീ തിങ്സ് സോ. അതാണ് പ്രശ്നം. ആരും പിടിച്ചില്ലാന്ന് പറഞ്ഞില്ല. അവരെന്ത് വിചാരിക്കും, ടീച്ചറും മാസ്റ്റർ എന്ത് വിചാരിക്കും, പിള്ളേർ എന്നെ നോക്കണത്, പിള്ളേർ എന്നെ നോക്കുകയായിരിക്കും. ആരും നോക്കണമെന്നില്ല, ടീച്ചറെ കണ്ടില്ല, അവർ നോക്കി, അത്രേ ഉള്ളൂ. ടീച്ചറെ ദിവസം കണ്ടില്ലല്ല, പക്ഷെ നോക്കുമ്പോൾ അവരെന്നെ എന്തോ തുറച്ച് നോക്കണമല്ല. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യവലാദികളൊക്കെ മനുഷ്യനുണ്ടാവും. എന്നെ തന്നെ എനിക്ക് നോക്കണം, എൻ്റെ കാര്യം തന്നെ എനിക്ക് പറയണതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ ഇങ്ങനെ പറയത്തില്ലേ, അവർക്കൊരു സൗകര്യം കിട്ടത്തില്ല, ഉറങ്ങാൻ പോലും പറ്റത്തില്ല അവർക്ക്. അപ്പോൾ ഈ പിള്ളേരുടെ സ്വരം കേൾക്കുമ്പോൾ തന്നെ ടീച്ചറിന് അസ്വസ്ഥതയാണ്. തിരിച്ച് വീട്ടിൽ പോയാലോ, കൊണ്ട് ബാഗ് വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിയാലോ എങ്ങനെ തോന്നും, തിരിച്ചു പോയാലോ എന്ന് തോന്നും. ഇതാണ് എന്ന് വെച്ചാൽ ഫേസ് ചെയ്യാൻ പറ്റും, പൊതുസമൂഹത്തെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ടീച്ചറിൻ്റെ ഒരു കാര്യം മാത്രമാണത് ശരിക്കും പറഞ്ഞാൽ. ഇവരെന്നിട്ട് ഇവർ പറയുമ്പോഴേ ഇവരെന്താ ഉടമ്പടി തെളിവെടുത്തിട്ട് ഇതെല്ലാം ക്ലാസ്സുകളാണ്. ടീച്ചറായത് കാരണം ക്ലാസ് എല്ലാം ശ്രദ്ധിച്ച്, അതാണ് ടീച്ചർമാരുടെ ഒരു ഗുണം. അതാണ് അധ്യാപകരെല്ലാവരും എല്ലാ വിഷയം കുറിച്ച് അവരറിയുകയും ചെയ്യും. അവരെപ്പോഴും അവരുടെ സിലബസ് ആയാലും ശരി, അത് അപ്ഡേഷൻ വേണമല്ലോ അവർക്ക്. അതുകൊണ്ട് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർഗ്ഗമാണ് അധ്യാപകർ. അവരുടെ ഈ പെൻഷൻ പറഞ്ഞവരെ പഠിച്ചുകൊണ്ടിരിക്കും. കാര്യം അവരുടെ സിലബസൊക്കെ മാറുന്നതനുസരിച്ചുകൊണ്ട് അവരുടെ അപ്ഡേഷൻ പ്രാപിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവർ കേൾക്കാൻ അവർക്ക് ഇൻട്രസ്റ്റ് ആയി. അധ്യാപകരുടെ ഗുണം അതാണ്. പുതിയ കാര്യം അതിന് കേൾക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും, അതിനെക്കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കണതിന് എന്തെല്ലാം ടീച്ചിങ് എയ്ഡ് വേണമെന്നൊക്കെ അവർ ചിന്തിക്കും.
ഈ ജന്മന അധ്യാപകരായിട്ടുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ, അവർ ശരിക്കും പ്രബോധകരാണേ. അവരിങ്ങനെ ഒരു സാധനം കേട്ടാൽ ഇതെങ്ങനെയാണ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണത്, മറ്റുള്ളവർ ഇതെങ്ങനെ പഠിപ്പിക്കേണ്ടത്, ലളിതമായിട്ട് എങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടത്, അങ്ങനെ ഒരു ടൈപ്പാണ് ഈ രമാദേവി ചേച്ചി ഉടമ്പടിയെക്കുറിച്ച് കേട്ടപ്പോൾ ചേച്ചി ഇത് മുഴുവനായിട്ടും ഒരു അധ്യാപിക എന്ന രീതിയിൽ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അവർ സ്വയത്തമാക്കിയത്. അതാണ് നമ്മൾ അധ്യാപകരും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് നമ്മളാണെങ്കിൽ അതിലൊരിക്കൽ കേട്ടു, ദാറ്റ്സ് ഓക്കെ. അത് പിന്നീട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് വി ആർ നോട്ട് ദാറ്റ് ബോദർ. അതായത് അതാണ് വിഷയം. ഇത് റീപ്രൊഡ്യൂസ് എനിക്കാണ് ഉടമ്പടി ക്ലാസ്സിൽ പങ്കെടുക്കുന്നവരെല്ലാവരും ഇത് വീണ്ടും മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ടതാണെന്നൊരു ബോധ്യത്തിലാണ് നിങ്ങൾ ഉടമ്പടി ക്ലാസ്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ടീച്ചർ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് ഉടമ്പടി. കാര്യം അവർക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ടതാണെന്നുള്ള അധ്യാപകരുടെ ഒരു അഹംബോധമില്ല, അഹംഭാവമല്ല, അഹംബോധം. എനിക്ക് കിട്ടിയതെല്ലാം ഷെയർ ചെയ്യേണ്ടതാണെന്നുള്ള ഒരു ബോധം അധ്യാപകർക്ക് എപ്പോഴും ഉണ്ടാകും. അപ്പം അതുകൊണ്ട് ടീച്ചർ ഇത് വളരെ നിശ്ചിതമായ രീതിയിൽ ഉടമ്പടി കേൾക്കുകയും ദിസ് ഈസ് മേ ബി മൈ ലാസ്റ്റ് അബോർഡ്. ഇത് ഞാൻ ഇത്രയും നാൾ ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുകയല്ലായിരുന്നോ, ഒരു പക്ഷേ ഇതായിരിക്കാം ദൈവം എനിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന എൻ്റെ ഒരു സമാശ്വാസ കേന്ദ്രം. അതുകൊണ്ട് ഇവർ A-Z ഉടമ്പടി പഠിക്കുകയും പ്രയോഗങ്ങൾ പഠിക്കുകയും ചെയ്ത്. പ്രയോഗങ്ങളെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മറ്റ് പ്രാർത്ഥനാ രീതികൾക്കില്ലാത്ത 2 ഗുണങ്ങൾ ഉടമ്പടിയിലുണ്ട്. കാര്യം ഉടമ്പടി ദൈവത്തെ സമീപിക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ അത് ബൈബിൾ പറയണ പോലെ പ്രത്യാശ മാത്രമല്ല ഉള്ളത്, അതിൻ്റെ ഉറപ്പുണ്ട്. ബൈബിൾ പറയും വിശ്വാസം, അവനിലുള്ള വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് ദൈവത്തെ സമീപിക്കുന്നതിന് ഉപാധിയാണെന്ന് പറയും. പക്ഷേ ക്രിസ്തുവിലുള്ള വിശ്വാസം ഒരു ഉപാധിയാണെന്ന് പ്രത്യാശ നമുക്കുണ്ടെന്നാണ് ബൈബിൾ പറയണത്. ബൈബിളല്ല, സെൻറ്റ് പോൾ പ്രത്യേകിച്ച് പറയണത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, എഫേസ്യസ് 3:12. എഫേസോസ് 3:12 അവനിലുള്ള വിശ്വാസം മൂലം പറഞ്ഞ അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും നമുക്കുണ്ട്. ഞാൻ ഈ ഭാഗം ആദ്യം ഈശോൻ്റെ മനസ്സിലേക്ക് ശ്രദ്ധിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ ദിസ് ഇസ് നോട്ട് അപ് ടു ഡേറ്റ് എന്ന് പറഞ്ഞ്. ഉടമ്പടി എന്താ പറയണത്? പൗലോസിൻ്റെ കാലത്തുള്ള ദൈവാനുഭവത്തിൻ്റെ സരണികളെ ആണ് അവിടെ ഉള്ളത്. ഇതിനേക്കാൾ മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങൾ വളർന്നിട്ടുണ്ട് ഇപ്പോഴേ. ബൈബിൾ കാലഘട്ടത്തെക്കാളും ബൈബിൾ കാലഘട്ടം മുഴുവനും അതൊരു കോളേജ് ബുക്കല്ലേ, ഒരു ഉപരിപഠനത്തിന്, ആധ്യാത്മിക ഉപരിപഠനത്തിനുള്ളതാണ് ഈ പുതിയ നിയമം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പൗലോസിൻ്റെ ലെറ്റേഴ്സൊക്കെ നമ്മൾ BA കഴിഞ്ഞ് MA എടുത്തിട്ട് പിന്നീട് നമ്മൾ PhDയിലേക്ക് പോകുമ്പോൾ ആധ്യാത്മിക ഉപരിപഠനത്തിനുള്ള പുസ്തകങ്ങളാണ് സെൻറ്റ് പോളിൻ്റെ പുസ്തകങ്ങൾ. നിങ്ങൾ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു വരും, കാരണം ആ ഒരു ലെവലിൽ നമ്മൾ എത്തുമ്പോൾ നമുക്കത് മനസ്സിലാകും. പക്ഷേ ആധ്യാത്മിക ഉപരിപഠനത്തിന് എഴുതിയിട്ടുള്ള സെൻറ്റ് പോളിൻ്റെ ലെറ്റേഴ്സ് കർത്താവ് പറഞ്ഞത് പ്രയോഗത്തിൽ വരുത്തുകയും ബുദ്ധിപരമായിട്ട് അത് ലോജിക്കലായിട്ട് പ്ലേസ് ചെയ്യുകയും ചെയ്യുന്ന അടിപൊളി ലേഖനങ്ങളാണ് സെൻറ്റ് പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങളാണ്. ആ പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങളിൽ ഒരു ഭാഗമാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയ്ക്ക് എഴുതിയിരിക്കുന്നത്. എന്താ ഒന്നിനു വായിച്ച്? അവനിലുള്ള വിശ്വാസം മൂലം ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശയും നമുക്കുണ്ട്. അപ്പം അതുകൊണ്ടാണ് അതൊരു ഫസ്റ്റ് ലെവല് എക്സ്പീരിയൻസ് ആണ്. തിയറട്ടിക്കൽ ലെവല് ദൈവാനുഭവത്തിൻ്റെ സൈദ്ധാന്തിക തലത്തിൽ ഒരു ഫസ്റ്റ് ഗ്രേഡാണിത്. ഫസ്റ്റ് ഗ്രേഡ്, നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞ പോലെ ഫസ്റ്റ് ഗ്രേഡാണ്. ഇതിൻ്റെ സെക്കൻഡ് ഗ്രേഡ് എന്ന് പറയുന്നത് പ്രത്യാശ അല്ല. ഇപ്പോൾ പൗലോസ് പറയണത് പ്രത്യാശയും നമുക്കുണ്ടെന്നാണ്. പ്രത്യാശ ഒരിക്കലും ഉറപ്പല്ല, അതാണ് വിഷയം. ഉറപ്പ് മീൻസ് വേറെയാണത്, അതൊരു ട്രസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. ഹോപ്പ്, അതുകൊണ്ട് ഇംഗ്ലീഷിൽ ഹോപ്പും ട്രസ്റ്റും ഉള്ളത്. ട്രസ്റ്റിൻ്റെ അകത്ത് നിന്ന് ട്രസ്റ്റ് എന്ന് മീൻസ് നമ്മൾ ശരണമെന്നൊക്കെ പറഞ്ഞാലും ഇംഗ്ലീഷുകാരൻ പറയുന്ന ട്രസ്റ്റ് അല്ല നമ്മുടെ മലയാളത്തിലെ ശരണം. ശരണം ഒരു പ്രാർത്ഥനയുടെ ഒരു അവസാനത്തെ ആവിഷ്കാരം പോലെയാണ്.
പക്ഷേ ട്രസ്റ്റ് എന്ന് പറയണത് ഒരു ഓപ്ഷൻ ഇല്ലാത്ത, ഇനി അടുത്ത ഓപ്ഷൻ ഇല്ല, അടുത്ത എന്താണെന്നില്ല, ഇത് ലാസ്റ്റ് ഓപ്ഷനാണ്, അവസാനത്തെ തിരഞ്ഞെടുപ്പാണ്. എന്ന് വെച്ചാൽ എന്താണ് ഉറപ്പെന്ന് പറയുന്നത്? നമുക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ ലോകത്തുള്ള വിഷയങ്ങൾ ദൈവത്തെ സമീപിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മുടെ ഒരു പ്രത്യാശ മാത്രം. ഉടമ്പടി എടുക്കുന്നവർക്ക് ഒരു പ്രത്യാശ മാത്രമല്ല, പിന്നെന്താണ്? അത് ഉറപ്പാണ്. അതാ വിഷയം. ഉടമ്പടി അനുഭവങ്ങളെ ഒരു 2016 തൊട്ട് 24 ഒരു 8 കൊല്ലം ഉടമ്പടി ഈ ലോകത്ത് ജനങ്ങളെ ഇത് എടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴേ ഈ പുതുതായിട്ട് വന്ന ആൾക്കാർക്ക് ഇത്രയും ഉറപ്പെങ്ങനെ കിട്ടണത്? അത് ഉടമ്പടിയിലുള്ള അതിൻ്റെ ചേരുവക അങ്ങനെയാണ്. നമുക്ക് പ്രത്യാശ മാത്രമല്ല തരണത്, പിന്നെന്താണ്? ഉടമ്പടി ഉറപ്പാണ്. ഉടമ്പടി. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവനിലുള്ള പ്രത്യാശ മൂലം പറഞ്ഞേ, അവനിലുള്ള ആത്മധൈര്യവും ദൈവത്തെ സമീപിക്കാൻ കഴിയുമെന്നുള്ള എന്താണ്? പ്രത്യാശ അല്ല, മറിച്ച് ഉറപ്പ് നമുക്കുണ്ട്. അതാണ് വിഷയം. അപ്പോൾ ട്വിസ്റ്റിങ് വന്നവിടെ ഈ ഉറപ്പ് എന്തുകൊണ്ടാണ് വന്നത്? ഉടമ്പടിയിൽ ഉറപ്പ് വരാൻ കാര്യം എന്താ? ഇപ്പം നമുക്കറിയാം. ഇപ്പോൾ ഞാൻ ഇന്നലെ അപ്പോച്ചനോടൊക്കെ സംസാരിക്കുകയായിരുന്നു. അതായത് ഈശോയുടെ അവസാന കാലങ്ങളിലെ, മനുഷ്യാവതാരത്തിൻ്റെ അവസാന കാലങ്ങളിലെ ഇവിടെ അവൻ തീവ്രവേദനയും മുഴുകി. ലുക്ക 22-ാം അധ്യായം 44-ാമത്തെ വാക്യം. അവൻ തീവ്രവേദനയിൽ മുഴുകി. പറഞ്ഞേ, അവൻ തീവ്രവേദനയിൽ മുഴുകി. കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. അത് കർത്താവിൻ്റെ ഫ്ലോപ്പായ പ്രാർത്ഥനകളിൽ ഒന്നാണിത്. ഫ്ലോപ്പായ പ്രാർത്ഥന, നമ്മൾക്ക് ഫ്ലോപ്പായ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല, നേരെ മറിച്ച് സംഭവിച്ചാൽ നമ്മൾ എന്തു ചെയ്യും? പല ആൾക്കാരും വിശ്വാസം വെടിഞ്ഞു പോകും. ഇതാണ് വിഷയം. ഈശോ മനുഷ്യനായതിൻ്റെ പേരിലുണ്ടായ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയണത് ആധ്യാത്മികതയ്ക്ക് ഒരു ക്രൈസ്റ്റ് സ്റ്റാൻഡേർഡ് വന്ന്, ക്രിസ്തുവിൻ്റെ ഒരു നിലവാരം. ആധ്യാത്മികത കുറച്ച് സീരിയസ് ആയി. ആധ്യാത്മികത സങ്കല്പങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. പലതരത്തിലുള്ള അഭ്യൂഹങ്ങളിൽ നിന്ന് ആധ്യാത്മികതയെ ഈശോ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന 22:44 ഈശോ എന്താ പ്രാർത്ഥിക്കണത്? സാധ്യമെങ്കിൽ പിതാവേ, ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. അതാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാ പറയും, ഈ പ്രാർത്ഥനയ്ക്ക് കുറച്ച് എററുണ്ട്, ഇത് എന്തുമാത്രം ഇത് മുഴുവനും ചിലപ്പോൾ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ഈശോയോട് പരിശുദ്ധാത്മാവ് പറയും. ഉടനെ ഈശോ പരിശുദ്ധാത്മാവിൻ്റെ ആ ആലോചന കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു കഷ്ണം കൂട്ടിച്ചേർക്കും. എന്താണ്? എങ്കിലും എൻ്റെ ഇഷ്ടമല്ല. അതാണ് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന ഗുണം വെച്ചാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ബയോളജി ഒന്ന് തിരുത്തും. നമ്മളെ തിരുത്തത്തില്ല. നമ്മുടെ പ്രാർത്ഥനയെ നമ്മൾ തിരുത്തത്തില്ല. നമ്മൾ ആ പ്രാർത്ഥനയെ തന്നെ ഉറച്ചു നിൽക്കും. പക്ഷെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പ്രാർത്ഥന തിരുത്തും. ഇപ്പം ഈശോ എന്താ പ്രാർത്ഥിച്ചത്? 22:44 എന്താ പ്രാർത്ഥിച്ചത്? സാധ്യമെങ്കിൽ പിതാവേ, പറഞ്ഞേ, സാധ്യമെങ്കിൽ പിതാവേ, ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. പാനപാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? കുരിശുമരണമാണ്. കുരിശുമരണം എനിക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഐ ആം സോ ഫിയർ അബൌട്ട് ഇറ്റ്. ഞാനിങ്ങനെ ഒരുതരം ആങ്സൈറ്റിയിലാണ് ഈ വിഷയം. ഇപ്പോൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഉള്ളതുപോലെ പറയും. അതാണ് പ്രാർത്ഥന. ഈശോയുടെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത അതാണ്. നിങ്ങളും അങ്ങനെ ഇരിക്കണം, ഞാനും അങ്ങനെ ഇരിക്കണം. എന്താ പറഞ്ഞത്? നമുക്ക് വാട്ട് യു ഫീൽ യു ജസ്റ്റ് പ്ലേസ് ആസ് ഇറ്റ് ഈസ്. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? എന്ത് ഫീൽ ചെയ്താലും. ഇപ്പം നിങ്ങൾ കുർബാനയ്ക്ക് വരും, നിങ്ങൾക്ക് വെറുപ്പാണ് ഫീൽ ചെയ്യണമെന്ന് വിചാരിച്ചോ? അപ്പോൾ ദൈവത്തിൽ പറഞ്ഞത്, എനിക്ക് വെറുപ്പാണ് ഫീൽ ചെയ്യണത് ആ വ്യക്തിയോട്. എനിക്ക് ആ വെറുപ്പിൽ നിന്ന് മോചനമില്ല. കാര്യം എന്നോട് അങ്ങനെയാണ് ചെയ്തിരിക്കണം. നിങ്ങളത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങളത് തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരുന്നു അത് പ്ലേസ്. അല്ല അത് വെച്ചുകൊണ്ട് വേറെ ഒന്നും പറയരുത്.
വേറെ ഒന്ന്, വാട്ട് യു ഫീൽ. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ മദ്യത്തോട് കൊതിയാണ് തോന്നണമെന്ന് വിചാരിച്ചോ? ഈശോ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എനിക്ക് മദ്യത്തോട് കാണുമ്പോൾ കൊതി തരണം. അപ്പോൾ അങ്ങനെ തന്നെ പറയണം. അത് പല പ്രാവശ്യം പറയണമെന്നേ ഉള്ളൂ. എന്താണ് നിങ്ങൾക്ക് തോന്നണത്? നിങ്ങളുടെ വികാരങ്ങളെ തന്നെയാണ് ശബ്ദമാക്കി നിങ്ങൾ കൺവേർട്ട് ചെയ്യണത് ദൈവതിരുസന്നിധിയിൽ. കാര്യം, നിങ്ങൾ സത്യസന്ധമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം? നിങ്ങൾ മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് വേറെ ഒന്ന് പറയണം. ദൈവത്തിന് അറിയാമല്ലോ. കാര്യം ദൈവത്തിന് നിങ്ങളുടെ മനസ്സറിയാമല്ലോ. അപ്പോൾ വളരെ നേക്കഡ് ബിഫോർ ഗോഡ്. ബിഷപ്പ് റോബിൻസൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ഹെഡിങ് തന്നെ അങ്ങനെയാണ്, നേക്കഡ് ബിഫോർ ഗോഡ്. ദൈവത്തിൻ്റെ ദൃശ്യത്തിന് മുമ്പിൽ നഗ്നനായി നിൽക്കുക എന്നാണ്. തുണിയില്ലാണ്ട് നിൽക്കുന്നതല്ല, നമ്മൾ റിസർവ്ഡ് അല്ലാതെ നിൽക്കുക. വേറെ ഒന്ന് ചിന്തിച്ചിട്ട് വേറെ ഒന്ന് ആലോചിക്കരുത്. ഇത് എപ്പോഴും പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സത്യസന്ധതയുണ്ടാകണം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് ദൈവത്തിന് അറിയാം. കർത്താവ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ അനിയന് ചേട്ടന് പിള്ളേരും ഉണ്ടാകരുതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്താ കാര്യം? ചേട്ടന് പിള്ളേരെന്ന് കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ട്. എന്താ കാര്യം? അവൻ്റെ ഓഹരി കൂടി എനിക്ക് കിട്ടുമല്ലോ എന്ന്. ഇത് നിങ്ങൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞിട്ട് പോലെ കാര്യമുണ്ട്. ദൈവത്തിന് അറിയാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ഫ്രോഡാകും. അപ്പം നിങ്ങളിപ്പോൾ ചേച്ചി ആശുപത്രിയിൽ പോയി പോയപ്പോൾ നിങ്ങളുടെ ഭാര്യയോട്, അനിയനാണെങ്കിൽ അനിയൻ്റെ ഭാര്യയോട് ചോദിക്കും, എന്താണ് ചേച്ചിക്ക് ഈ പ്രാവശ്യം? അത് പോയി, അത് അപവർഷമായി പോയെന്നാണ് പറഞ്ഞത്. അപ്പം ഇവർ ഒരു ദീർഘനിശ്വാസം.